മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി. എല്ലാ ഭാഷയിലും ഒരേ അർത്ഥമുള്ള പല പദങ്ങൾ ഉണ്ടാകും. മലയാളത്തിലും അത്തരം പര്യായ പദങ്ങൾ ധാരാളമുണ്ട്. താമരയ്ക്ക് അംബുജം, വാരിജം, പങ്കജം, കമലം എന്നിങ്ങനെ പല വാക്കുകൾ. സൂര്യന് അർക്കൻ, ഇനൻ, തപനൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ. ചന്ദ്രന് ഇന്ദു, അമ്പിളി, ശശി, സോമൻ, ശശാങ്കൻ തുടങ്ങിയവ. ഈ പര്യായ പദങ്ങൾക്കെല്ലാം ഒരേ അർത്ഥമാണെങ്കിലും അവ നമ്മിൽ ഉണർത്തുന്ന ആശയവും ഭാവവും ഒന്നല്ല. ഉദാഹരണത്തിന് അംബുജമെന്നാൽ വെള്ളത്തിൽ നിന്ന് ജനിച്ചത്, പങ്കജമോ ചെളിയിൽ നിന്ന് ജനിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ജനിച്ചിട്ടും അവയെയൊക്കെ അതിജീവിച്ച് സുഗന്ധവാഹിയും ശോഭനവുമായ ജീവിതം വഹിക്കുന്ന ഒരു സ്ത്രീയെ അവളൊരു പങ്കജമാണ് എന്ന് ധ്വന്യാത്മകമായി പറയാം. അവളൊരു അംബുജമാണെന്ന് പറഞ്ഞാൽ ആ അർത്ഥം കിട്ടില്ല. വള്ളത്തോൾ കിളിക്കുഞ്ചൽ എന്ന കവിതയിൽ പക്ഷികൾ ആകാശത്തെ നമസ്കരിക്കുന്ന 2 വരികൾ എഴുതിയിട്ടുണ്ട്. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധ സ്ഥാനമേ വിഹായസേ നഭസേ നമസ്കാരം. ഗഗനമെന്നാൽ ദേവന്മാർ ഗമിക്കുന്ന മാർഗം അഥവാ പക്ഷികൾ ഗമിക്കുന്ന വഴി എന്നൊക്കെ അർത്ഥമുണ്ട്. അന്തരീക്ഷം, സ്വർഗം എന്നൊക്കെയാണ് അർത്ഥം. വ്യോമം എന്നാൽ വെള്ളം വ്യാപിക്കുന്നത്, ശ്വാസോച്ഛ്വാസങ്ങൾക്ക് ശുദ്ധവായു നൽകി ജീവികളെ രക്ഷിക്കുന്നത് എന്നർത്ഥം. സുരസിദ്ധ സ്ഥാനമെന്നാൽ ദേവന്മാർക്ക് ലഭിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഹായസ് വിമാനാദികൾ പോകുന്നിടവും നഭസ് മേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്നിടവുമാണ്. ഇവിടെ ആകാശം ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും ജീവജാലങ്ങൾക്ക് എങ്ങനെയൊക്കെ ജീവാധാരവും ആശ്രയവുമാകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആകാശത്തിൻ്റെ പല പര്യായ പദങ്ങൾ ഇവിടെ കവി നിരത്തിവെച്ചത്. ഓരോ സംബോധനയും ഉണർത്തുന്ന അർത്ഥഭാവങ്ങൾ വ്യത്യസ്തമാണെന്നർത്ഥം. ഇങ്ങനെ നോക്കുമ്പോൾ പര്യായ പദങ്ങൾ ഒരേ അർത്ഥമുള്ള പല പദങ്ങളാണെങ്കിലും ഒന്ന് മറ്റൊന്നിന് പകരമാവില്ല എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.